വക്കീലേ, ഇനിയെങ്കിലും പറ. എന്ത് പറയാൻ? എല്ലാം. എന്തല്ല? അവളെ കുറിച്ചുള്ള എല്ലാം. നിനക്ക് എന്തായി പറയണ്ടേ? അവൾ ആളെങ്ങനെ? സ്പോഞ്ചാണോ? സ്പോഞ്ചോ? എടാ, ഹാഫ് സ്കേർട്ട് ആണോ ഫുൾ പാവടയാണോ എന്ന്? ഫുള്ളാ. ഇനി പറ, നീ എങ്ങനെ മെനിക്കെടുത്തെന്ന് വിശദമായി പറയണം. അതെ, ഒരിക്കൽ അവള് വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവായിരുന്നു. എന്നിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോ അവള് കുളി കഴിഞ്ഞ് ഇറങ്ങാൻ പോവായിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്നു? ഓ, എന്നിട്ട് നാണിച്ച് വിളറി അവൾ നിന്നു. കഥകളിലൊക്കെ നമ്മൾ വായിക്കില്ലേ, ഈ കാൽനഖം കൊണ്ട് കളം വരച്ചു എന്നൊക്കെ? അതുപോലെ ഞാൻ പയ്യെ കണ്ണുകൊണ്ട് എന്റെ അടുത്തേക്ക് വിളിച്ചു. അപ്പോ അവള് മെല്ലെ വന്നു. പോടാ. സത്യം. അമ്മയാണോ സത്യം? എന്നിട്ട് ഞാൻ അവളുടെ കൈവിരലിൽ പിടിച്ചു. എന്നിട്ട് അതിലിട്ട് കൊടുത്തു ഒരു കിസ്. അപ്പോ അവള് കൈ മെല്ലെ വലിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാ, ആരെങ്കിലും വരും. നിക്ക്, ഇഷ്ടമാണോ എന്നെ? എങ്കിലൊന്ന് പറഞ്ഞേ. എന്ത്? ഇഷ്ടമാണെന്ന്. പോരാ, പറയണം. കണ്ണേറ്ററിയാലോ. എന്ത്? എനിക്കിഷ്ടമാണെന്ന്. എങ്കിൽ കവിളിലൊരു ഇഷ്ടം തരട്ടെ. ഇപ്പോഴോ? എന്താ ഇപ്പൊ തന്ന തരട്ടെ? ഭയങ്കരമായ പുളു. എന്നാ വേണ്ട, വിശ്വസിക്കണ്ട. എന്തിനാടാ എന്നോട് ഈ പുളു? ഞാൻ പറഞ്ഞോ വിശ്വസിക്കാൻ? ദേ, ഇത് കണ്ടോ, അവളുടെതാ. എനിക്ക് തന്നിരിക്കുക, എപ്പോഴും ഓർക്കാൻ. നിനക്കറിയില്ല, ഇപ്പോഴൊക്കെ ഞാൻ ചെല്ലാതെ അവൾ ഉണ്ണില്ല, ഞാൻ ഉറങ്ങാതെ അവൾ ഉറങ്ങില്ല. അറിയോ? സത്യമാണോടാ? സത്യം. എന്നാ അമ്മയെ കൊണ്ട് സത്യം ചെയ്തേ. എന്തിനാ? വേണ്ടെന്നേ, ഞാൻ പറഞ്ഞൊക്കെ കള്ളവാ. കള്ളവാ. എന്നാ ഒന്ന് നോക്കട്ടെ ആ പാസരം. എന്തിനാ? അല്ല, റോഡ് വല്ലതും ആണെന്ന് അറിയാലോ. നീ ഒന്നും നോക്കണ്ട, ഞാൻ പോവാ. അവൾ എന്നെയും കാത്ത് ഇപ്പൊ ഉണ്ണാതിരിക്കായിരിക്കും. എടാ, നിന്റെ സ്പോഞ്ചിനെ എനിക്കൊന്ന് കാണണമല്ലോ. ഇപ്പൊ നീ കാണണ്ട ഗോപു. ദാ, ആ കടത്തുവഞ്ചി കണ്ടോ? കണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവളെ വെച്ച് ആ വഞ്ചിയിൽ വരും. അപ്പോഴും നീ ഏതെങ്കിലും കടവിൽ നിന്ന് കണ്ടോ? ഒച്ചയൊന്നും ഉണ്ടാക്കി വയ്ക്കരുത്. അവളെന്റെ മടി കിടന്ന് ഉറങ്ങുമായിരിക്കും. മക്കളെ, നിങ്ങളൊക്കെ ഊണ് കഴിച്ചോ? എന്നാ വേണ്ടല് അല്ലെ ടിക്കറ്റ് കിട്ടത്തില്ല. ചെല്ലേ. എടാ റോഡോടെ എന്തിനാടാ എന്നോട് ഇതൊക്കെ? സ്പോഞ്ച് കൊള്ളാം, നല്ല ഉഗ്ര സ്പോഞ്ച്. പക്ഷേ നിന്റെ ഉപ്പാപ്പൻ വിചാരിച്ച കിട്ടത്തില്ല. ചെല്ല്, വേഗം ചെല്ല്. അവൾ നിനക്ക് വേണ്ടി ഉണ്ണാതെ കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ എങ്ങനെ? കടത്തുവഞ്ചി വരുമ്പോ ഒച്ച ഉണ്ടാക്കരുതല്ലേ? ഇല്ല, മിണ്ടില്ല. നീ നോയിക്കോ, ഞാൻ കൊണ്ടുവരും. അയ്യോ, പേടിപ്പിക്കല്ലേ. കൊണ്ടുവരും ഗോപു, നീ കണ്ടോ. കാണാം. ശരി, കാണാം. ഏയ്, ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടില്ലേ? എന്തിനാ? അത് വന്നിട്ട് പറയാം. വേണ്ട, ഞാൻ പോവാ. രാധികമോളെ,
ഇന്ന് രേണുകുഞ്ഞിന് മേലാത്തതാ. സപ്പക്കാവിലെ ദീപം കൊളുത്തുന്നോ? അയ്യോ പിന്നെന്താ, ഞാൻ തന്നെ കൊളുത്തിക്കോളാം. ഒന്ന് വിളിച്ചാ വരാൻ എന്താ ഇത്ര പ്രയാസം? ഇപ്പൊ കണ്ടില്ലേ ഞാൻ മഷീട്ട് വരുത്തിയത്? എന്തിനാ ദീപം ഊതിക്കെടുത്തിയത്? സർപ്പങ്ങളും എന്നെ പോല ഇരുട്ടാ ഇഷ്ടം. ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. നില്ല്, എന്തു പറയാൻ? ആരോട് പറയാൻ? പണ്ട് അരളിവറ ചോട്ടി വെച്ചൊരു പച്ചത്തുമ്പിയെ ജീവനോടെ പിടിച്ചു തന്ന പീറ പെണ്ണല്ലേ നീ? എവിടുന്ന് കിട്ടിയ അഹങ്കാരം? എന്തിനാ നിന്നിട്ടാ ഇങ്ങനെയൊക്കെ? എന്റെ കയ്യിൽ നിന്ന് വിടും, എനിക്ക് ഇഷ്ടമല്ല തോന്നും. നീ ആരാ ബാംഗ്ലൂർ കൊട്ടാരത്തിലെ തമ്പുരാട്ടി? കണ്ണേട്ടാ വിടാൻ, ഞാൻ വിളിച്ചു പോവും. ആഹാ, എന്നാ ഒന്ന് കൂവിക്കേ. അയ്യോ രേണുകേ, ഒന്ന് ഓടി വാ. അയ്യോ രേണുകേ. രാധയമ്മോടെ വിളിയല്ലേ കേട്ടത്? അതെ, സർപ്പക്കാവിലെന്ന് തോന്നുന്നേ. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുത്തി കറുപ്പിക്കും. എന്താ മോളെ? എന്ത് പറ്റി? എന്തിനാ വിളിച്ചു പോവിയേ? നീ എന്തെങ്കിലും വേണ്ടി പേടിച്ചോ? പറ കുട്ടി. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേ? അവൾ വിളക്ക് വയ്ക്കാൻ വന്നു. എന്നോട് പറ. എന്താ അവൾ എന്തോ കണ്ട് പേടിച്ചതാ. എന്ത് കണ്ടു പേടിച്ചു? എന്താ മോളെ? പറ മോളെ. നീ എന്താ കണ്ടത്? നീ എന്തിനാ വിളിച്ചു പോവിയത്? ഒന്ന് പറ മോളെ. എന്താന്ന് വെച്ചാ പറ കുട്ടി. പാമ്പ്. എന്റെ ഭഗവതി, മോളെ എന്തെങ്കിലും? ഇല്ലല്ലോ, ഒന്നും പറ്റില്ല. പാമ്പ് എവിടെയോ തോന്നിയതായിരിക്കും മോളെ. സർപ്പദൈവങ്ങളെ, എന്തെങ്കിലും കൈപ്പഴ വന്നിട്ടുണ്ട് പോർക്കണേ. അടുത്തേക്കെങ്ങാനും വന്നോ രാത്രി? എവിടെ വെച്ചാ കുട്ടി കണ്ടേ? അതുവഴി പോയതേ ഉള്ളൂ. ഓ, ഏതായാലും ഒന്നും പറ്റിയില്ലല്ലോ. ഇനിയിപ്പോ ഈ നാട്ടിലെ കണ്ണടച്ചെന്നോടെ ഉറങ്ങാൻ കൂടെ പറ്റില്ലെന്നായല്ലോ. സാരമില്ല ചേച്ചി, നീ വാ മോളെ, നമുക്ക് പോവാം. അല്ല, അങ്ങനെ ഇപ്പോ ഇവിടെ വെച്ച് ഈ കുട്ടി എഴയന്തുക്കളെ കാണാൻ എന്താ ഒരു നിമിത്തം? പരമേശ്വര കുറിപ്പ് ചിന്തിച്ചോ? ഓ, അല്ല അനക്കോടല്ലോ കണ്ട് പേടിച്ചതായിരിക്കും. ഒക്കെ നിസാരം. പരമേശ്വര കുറിപ്പിനൊക്കെ നിസാര. ജാതകപ്രകാരം ആ കുട്ടിക്ക് എന്തൊക്കെയോ ദോഷമുണ്ടെന്നാ പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ വെച്ചെങ്ങാനും നീ നിന്റെ നാവ് കൊണ്ടൊന്ന് അടങ്ങിയിരിക്കണ്ട. ഒന്നും അടക്കി വെക്കണ്ട. നോട്ടീസ് കിട്ടിയെന്ന് തന്നെ കുട്ടിക്കോളൂ. വലിയ കോയിക്കലെ ആ സർപ്പക്കാവ് കളിക്കരുത്, പറഞ്ഞേക്കാം. ഗോപാലക്കണിയാനെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഇത്രത്തോളം ഭയങ്കരമായ ഒരു വിപരീത ഫലം ഇനി കാണാനില്ല. ഭയക്കേണ്ടിയിരിക്കുന്നു. സർപ്പകോപം കലശലായി കാണുന്നുണ്ട്. കണ്ടതുപോലെ പറഞ്ഞാൽ കോയിക്കൽ ആർക്കെങ്കിലും സർപ്പദംശനം വരെ ഉണ്ടാകാമെന്ന. എന്തായി കേക്കണേ? എന്തോ സംഭവിക്കാൻ പോകുന്നു. കുറെ നാളായി തോന്നുന്നു. പ്രതിവിധി കണ്ടോ? ഞാൻ അവിടെ കിടന്ന ഈ വളഞ്ഞതൊക്കെ ഒരുവിധപ്പെട്ട നോട്ടത്തിൽ ഒന്നും കാണുന്നില്ല. പിന്നെ അമർത്തി അങ്ങോട്ട് നോക്കിയപ്പോ കഷ്ടിച്ചൊരിത്തിരി, അത്രേ ഉള്ളൂ. തറവാട്ടിലേക്ക് സർപ്പപ്രീതി അശേഷമില്ല. കാവൂട്ടി സർപ്പശാന്തി വരുത്തുക, പിന്നെ എല്ലാം ഭഗവാൻകൾ സമർപ്പിക്കുക. ഇപ്പോഴെങ്ങനെയുണ്ട്? കാവും കളവും എന്നൊക്കെ പറയണത് കളിക്കളല്ല ഉറപ്പേ. കൈക്രിയ കാണിച്ചാൽ കാവിലിരിക്കുന്നവരെ അടങ്ങൂല. അവര് കണക്ക് പറഞ്ഞു വാങ്ങിക്കും. ഇവിടെ കാവിലടിയന്തരം ഒരു കാട്ടിക്കൂട്ടലായിട്ട് കാലം എത്രയായി ഒന്ന് ഓർത്തു നോക്ക്. എന്ന് വെച്ചാ പഴയ പോലൊക്കെ ആണ്ടുതോറും ഇക്കാലത്ത് കാവൂട്ടും കളവെഴുത്തും ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാ കണ്ടാലും പോരാ, കൊണ്ടാലേ പഠിക്കുന്നു. എന്താ എത്ര ശാഠ്യം? ഇപ്പഴെന്താ നടത്തിയല്ലേ പറ്റൂ. കാവിൽ ദൈവങ്ങളെ എല്ലാം മനസ്സിലായി. അവാന്തം പൊറുക്കണേ. ഈ വരുന്ന ആയില്യത്തിന് വലിയ കോയിക്കൽ കളവെഴുത്തും പാട്ടും കടം തീർത്ത് നടത്തിക്കൊള്ളാമേ. അമ്മേ ഭഗവതി, 4 ദിവസം കൂടെ ഉള്ളൂ ആയില്യത്തിന്. അന്നീ മുറ്റത്ത് സർപ്പം തുള്ളലാ കേട്ടല്ലോ. അതുവരെയെങ്കിലും കൊതിയും കളിയും ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേക്ക് എല്ലാരോടും.